റിപ്പോർട്ട് ബ്രേക്കിംഗ്. തൃശൂർ പൂരം കലക്കലിലെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിൽ ADGP. കേസ് എടുക്കണോ എന്നതിലും സർക്കാരിന് തീരുമാനം വിടും. ADGP തല യോഗത്തിൽ തുടർ നടപടിയിൽ തീരുമാനമാകില്ല. അജിത് കുമാറിനെതിരായ റിപ്പോർട്ടും 6 മാസമായി മുഖ്യമന്ത്രിയുടെ മുൻപിലാണ്. ആഭ്യന്തര സെക്രട്ടറി തുടർ നടപടി ശുപാർശ ചെയ്തിട്ടും കാര്യമുണ്ടായില്ല. CCTVയുടെയും ഫോണിന്റെയും ശാസ്ത്രീയ പരിശോധന പൂർത്തിയായില്ലെന്നാണ് വാദം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ അജിത് കുമാറിന്റെ വീഴ്ച അന്വേഷിച്ച ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേൽ ഇതുവരെയും നടപടിയായില്ല. 6 മാസമായി. മറ്റൊന്ന്, ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന ഏകോപനവുമായി വിവരങ്ങൾ അന്വേഷിച്ച മനോജ് അബ്രഹാമിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ നടപടി വേണ്ട ആവശ്യമില്ല, കാര്യം വീഴ്ചയുണ്ടായിട്ടില്ല. 3ാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് തിരുവമ്പാടി ദേവസ്വത്തെ പഴിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ആദ്യത്തേത് നടപ്പിലാക്കാതെ ഇപ്പോൾ 3ാമത്തെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണോ ADGPക്കൊക്കെ ഉള്ളത്? നിലവിൽ ഇത് കൈമാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി വേണമെങ്കിൽ നടപടി എടുത്തോട്ടെ എന്നുള്ളതാണ്. ചുരുക്കത്തിൽ തൃശൂർ പൂരം കലക്കലിൽ നടപടി ഉണ്ടാവൂല എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം, അല്ലേ? അരുൺ, തീർച്ചയായിട്ടും ഒരു 6 മാസമായിട്ടുണ്ട് ആദ്യത്തെ റിപ്പോർട്ട്. അതായത് സംസ്ഥാന പോലീസ് മേധാവി അന്ന് ഷെയ്ഖ് ദർവേ സാഹിബായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചത്. അന്ന് അജിത് കുമാറിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു. അതായത് സ്ഥലത്തുണ്ടായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടപെട്ടില്ല എന്നുള്ള കണ്ടെത്തലോടുകൂടി സമർപ്പിച്ച റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ശുപാർശ ചെയ്തിരുന്നു ഒരു നടപടിക്ക് വേണ്ടി. പക്ഷേ ആ നടപടിക്ക് വേണ്ടിയുള്ള ശുപാർശ അടക്കമുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിട്ട് 6 മാസമായി. ഇതുവരെ അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ ചില ശാസ്ത്രീയ പരിശോധനകളൊക്കെ പൂർത്തിയാകാനുണ്ട് എന്നുള്ള വാദമായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ നടപടി ഇല്ലാതെ ആ ഫയൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇപ്പോൾ ആ ത്രിതല അന്വേഷണത്തിലെ ഏറ്റവും അവസാനത്തെ അന്വേഷണമായിട്ടുള്ള ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തായിരുന്നു ഈ തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ നിഗമനം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അതിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ആ റിപ്പോർട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ, ഒരു കുറ്റകരമായ രീതിയിലുള്ള വകുപ്പ് അതിൽ ചുമത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ തീരുമാനമെടുക്കേണ്ടത് ADGP തലത്തിലാണ്. കാരണം അതൊരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ട് ആണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ADGP തലത്തിലുള്ള ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒന്നല്ല. കാരണം അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായ കണ്ടെത്തൽ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്. അതിൽ തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ ഇതിൽ ADGP തലത്തിൽ തീരുമാനമെടുത്താൽ ശരിയാകില്ല. അതും മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ വെങ്കടേഷിന്റെ ഓഫീസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ADGP പറയുന്നത്. അരുൺ, താങ്ക് യു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം കലക്കലിൽ ഇനി വലിയ നടപടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ റിപ്പോർട്ടിന്മേൽ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടിയെടുക്കണമായിരുന്നു. അതുകൊണ്ട് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ തൃശൂർ പൂരം ചൊല്ലിൽ ഇനി ഉപചാരമൊക്കെ ചൊല്ലി പിരിയാം, അത്രയേ ഉള്ളൂ.